ഹലോ ഗൈസ്, നമുക്കിന്ന് കുക്കറിനകത്ത് എളുപ്പത്തിന് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 കുഞ്ഞ് സവാള, ഒരു തക്കാളി എന്നിവ നീളത്തിന് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, കുറച്ച് കരിയാപ്പില എന്നിവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും തക്കാളിയും എല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം കൊണ്ട് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി 10 മിനിറ്റിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.